ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരോട് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അത് മലയാളികളല്ല, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ശബരിമല അയ്യപ്പന്മാരോട് പലതരത്തിൽ മോശമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്നുള്ള പരാതി ഈ ഒരു മണ്ഡലകാലം തുടങ്ങുന്ന ആദ്യ ദിനങ്ങൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ അയ്യപ്പന്മാരോട് വളരെ നല്ല രീതിയിലും എന്നാൽ വളരെ മോശമായ രീതിയിലും പെരുമാറിയിട്ടുണ്ട് എന്ന വിവരം പലരും പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ശബരിമല ദർശനത്തിന് എത്തിയ അമ്പലപ്പുഴ പേട്ട സംഘത്തിനോട് പോലീസിന്റെ പരിധിവിട്ട പെരുമാറ്റമെന്ന പരാതി. പെരിയോൻ ഗോപാലകൃഷ്ണപിള്ള 18-ാം പടിയിൽ മുട്ടിടിച്ച് വീഴുകയും ചെയ്തു. ഈ സംഭവം വ്യാപക പ്രതിഷേധത്തിന് ഇട നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് നിർണായകം. ശബരിമല ക്ഷേത്രവുമായി ആചാരപരമായി ആത്മബന്ധമുള്ളവരാണ് അമ്പലപ്പുഴ സംഘം. എരുമേലി പേട്ട കഴിഞ്ഞാണ് സംഘം സന്നിധാനത്ത് എത്തിയത്. ഇവർ ഒന്നിച്ചാണ് 18-ാം പടി ചവിട്ടുന്നത്. ഇത് ആചാരമാണ്. ഈ ആചാരമാണ് പോലീസ് തടഞ്ഞത്. ഇതാണ് പ്രശ്നമുണ്ടാക്കിയത്. ഗുരുതര ആരോപണമാണ് പോലീസിനെതിരെ ഉയരുന്നത്. സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ ADGP S ശ്രീജിത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് S ശ്രീജിത്ത് ഉറപ്പ് നൽകിയതായും പേട്ട സംഘം പറയുന്നു. പക്ഷേ പോലീസ് സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. പെരിയോനും ഒരു സംഘവും ആദ്യമെത്തി 18-ാം പടിക്ക് താഴെ ബാക്കിയുള്ളവരെ കാത്തുനിന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ ഇവരോട് പടി കയറാൻ കയർത്ത് ആവശ്യപ്പെട്ടെന്നാണ് പരാതി. തർക്കത്തിൽ നിൽക്കാതെ പടി കയറവേ പെരിയോനെയും കൂടെയുള്ളവരെയും പോലീസ് തള്ളിയെന്നും മർദ്ദിച്ചെന്നും അവർ ആരോപിച്ചു. ചിലരുടെ വയറ്റിൽ കുത്തിയെന്നും ആക്ഷേപമുണ്ട്. എടാ പോടാ എന്ന് വിളിച്ചാണ് പോലീസുകാർ സംസാരിച്ചത്. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നിന്നെയൊക്കെ എടാന്ന് വിളിച്ചാൽ എന്തു ചെയ്യുമെന്നായിരുന്നു മറുപടി. പേട്ട സംഘം ആരോപിച്ചു പറയുകയാണ്. എന്തായാലും പേട്ട സംഘത്തിന് ഇന്നലെ സംഭവിച്ചതെന്നാണ് അവർ തന്നെ വിശദീകരിക്കുന്നു. അവരുടെ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. ഞങ്ങൾക്ക് ശബരിമലയിൽ ആചാരപരമായ 2-3 ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അനുവാദത്തോടുകൂടിയും പന്തളം രാജാവ് ശബരിമല ക്ഷേത്രോത്പത്തി കാലം മുതൽ അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്തിപ്പോകാനും ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ പ്രത്യേക അനുവാദം ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നീണ്ട 51 ദിവസം വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ട കെട്ടി സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വർഷത്തെ യാത്രയുമായി ബന്ധപ്പെട്ട് ADGP ശ്രീജിത്ത് സാറുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കോൺടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. 18-ാം പടിയുടെ താഴെ വരെ അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കുകയും ഞങ്ങളെ കയറ്റി വിടുകയും ചെയ്തു. മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കണം എന്ന് കരുതി താഴെ നിന്നിരുന്ന 4 പോലീസുകാർ തൊട്ടപ്പുറത്തെ ക്യൂവിലുണ്ടായിരുന്ന അയ്യപ്പന്മാരെ കൂടെ തുറന്നു വിടുകയും അവിടെ ഒരു വലിയ തിരക്ക് മനഃപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ പിന്നെ നിൽക്കുകയാണ്, അവരും കൂടെ കയറ്റുവാണ് ഞങ്ങളോടൊപ്പം തന്നെ. 12-ാം പടിയുടെ താഴെ നിന്ന് 4 പോലീസുകാരാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിപ്പോടാ, ഈ യൂസ്ലെസ്സിനൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് ഇവിടെ ശബരിമലയിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് വളരെ മോശമായിട്ട് വളരെ എടാപോടാൻ വിളിച്ച് തന്നെ സംസാരിച്ചു. ഞങ്ങളുടെ വൈസ് പോലീസുകാർ അങ്ങനെ സംസാരിച്ചു. പോലീസുകാർ അങ്ങനെ തന്നെയാണ് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സ്വാമി അയ്യന്മാരെ കയറി എടാപോടാന്ന് വിളിക്കാതെ നിന്നെയൊക്കെ എടാപോടാന്ന് വിളിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ മോശമാണ്. നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന വാക്കുകളല്ല അവരുടെ വായിൽ നിന്ന് വന്നത്. ആ സമയത്താണ് വൈസ് പ്രസിഡന്റ് പിന്നാലെ 7 പടി മുകളിൽ കയറി ചെന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചത്. അതിനുശേഷം 17-ാമത്തെ പടിയിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇവിടെ ഇടിച്ചു, പള്ളക്കിട്ട് ഇടിച്ചു. നിങ്ങൾ ഇടിച്ചോ? അതെ, ഈ IRB ഇല്ലേ പടിയിൽ നിൽക്കുന്നത്, അതിനകത്തുള്ള ഒരാളാണ് ഈ ഒരു 3 പടി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് ബാക്കിൽ വന്ന് തള്ളി ബാക്കിലിട്ടിരിക്കുക, എന്നിട്ട് തള്ളുക. ആ ടൈമിലാണ് ഈ മേളി അപ്പം പെരിയസ്വാമി മേളിലെത്തി 17-ാം പടിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് വലിച്ച് തിരിച്ച് കൈ വിടുകയായിരുന്നു. പെരിയസ്വാമി അവിടെ വീണ്ടും കാലിൻ്റെ മുട്ട് പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ തിരക്കുണ്ടായ സമയത്ത് ഈ മറ്റേ ക്യൂവിൽ നിന്നും കയറ്റിവിട്ട അയ്യപ്പന്മാരുടെ നാളികേരത്തിന്റെ ഏറുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുടെ തല പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിരിയിലുണ്ട്. പെരിയസ്വാമി 17-ാമത്തെ പടിയിൽ വീഴുമ്പോൾ ഞാൻ പെരിയസ്വാമിയെ പൊക്കിയെടുത്ത് ഞങ്ങളുടെ പെരിയസ്വാമിയെ പറഞ്ഞപ്പോൾ നിന്റെയൊക്കെ പെരിയസ്വാമിക്ക് വേണേൽ കയറി പോടാന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു അവിടെ. നിങ്ങൾ പരാതി കൊടുത്തോ? നമ്മൾ ബഹുമാനപ്പെട്ട ശ്രീസ്ഥാനത്തിന് ശേഷം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സമയത്ത് 7:30 മണി സമയത്ത് വിഷ്വൽസ് എടുക്കുക, വേണ്ട പരിഹാരം തേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഈ ക്രൂരത കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വിരിയിൽ വന്ന് ഞങ്ങളുടെ സമൂഹപ്പേരിനോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റന്നാൾ നടക്കുന്ന ശിവയിലിരുന്ന് നടത്താവൂ എന്നാണ് വ്യക്തിപരമായിട്ട് സംഘം പ്രസിഡന്റുള്ള എൻ്റെ അഭിപ്രായം. ശബരിമലയിൽ ആചാര ലംഘനങ്ങളുടെയും VIP പ്രീണനത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാരമ്പര്യമായി 18-ാം പടി കയറാൻ അവകാശമുള്ള അമ്പലപ്പുഴ പേട്ട സംഘം നേതാവ് സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയെ പോലീസ് തള്ളി വീഴ്ത്തിയത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. സ്പോൺസർമാർക്കും ഉന്നതർക്കും സൗകര്യമൊരുക്കാൻ നടത്തുന്ന പോലീസ് അതിക്രമത്തിനിടെയാണ് ശബരിമലയിലെ പ്രധാന കർമ്മിയായ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ സന്നിധാനത്ത് സ്പോൺസർമാർക്ക് പ്രത്യേക ദർശന സൗകര്യമൊരുക്കുന്നതാണ് സാധാരണ തീർത്ഥാടകരെയും പാരമ്പര്യ വിശ്വാസികളെയും വലയ്ക്കുന്നത്.
സ്പോൺസർമാരെയും VIP-കളെയും വേഗത്തിൽ കടത്തിവിടാൻ 18-ാം പടിയിൽ പോലീസ് ഭക്തരെ ക്രൂരമായി തള്ളിമാറ്റുന്നു. ഇതിനിടയിലാണ് അമ്പലപ്പുഴ പേട്ട സംഘം എത്തിയപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ ബലപ്രയോഗം ഉണ്ടായത്. പേട്ടതുള്ളി എത്തിയ സംഘത്തിന് 18-ാം പടി ലഭിക്കേണ്ട ബഹുമാനവും പരിഗണനയും പോലീസ് നിഷേധിച്ചു. സമൂഹ പെരിയോൻ ഗോപാലകൃഷ്ണ പിള്ളയെ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നിൽ നിന്നും തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം പടിയിൽ വീഴുകയും പരിക്കേൽക്കുകയും ഉണ്ടായി. ശബരിമലയിലെ അതിപുരാതനമായ ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ അവഹേളിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് തീർത്ഥാടകർ ആരോപിക്കുന്നുണ്ട്. സാധാരണക്കാർ മണിക്കൂറോളം വരി നിൽക്കുമ്പോൾ പണം നൽകുന്ന സ്പോൺസർമാർക്കും അവരുടെ കൂടെയുള്ളവർക്കും വരി നിൽക്കാതെ ദർശനം നൽകുന്നത് വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. VIP-കളെ സേവിക്കുന്നതിനിടയിൽ പാരമ്പര്യ ചടങ്ങുകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരുത്തുന്നത് അയ്യപ്പ ഭക്തരെ പ്രകോപിപ്പിക്കുകയാണ്. സന്നിധാനത്ത് പോലീസിന്റെ കാടത്തം നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. അയ്യപ്പൻ ഭക്തന്മാരെ ഒരു കേടുപാടും പോലും കൂടാതെ കൃത്യമായി അവരെ ദർശനം നടത്തി തിരിച്ചെത്തിക്കുന്ന നിരവധി പോലീസുകാരുമുണ്ട്. 1-2 കൃമിക്കുത്തുകളാണ് മറ്റനേകം പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ല പ്രവർത്തനത്തിൽ കൂടി ചീത്തപ്പേരാകുന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുക തന്നെ വേണമെന്ന് പറയുന്നു. ഒരു പക്ഷേ പോലീസിന്റെ അറിവില്ലായ്മയായിരിക്കാം. മാത്രമല്ല ആദ്യമായി ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്നവരായിരിക്കാം. അവർക്ക് അറിവുണ്ടാവണമെന്നില്ല. ഇതാരാണ്, ഇതൊരു ആചാരമായിരുന്നു എന്നൊക്കെ അറിവുണ്ടാവണമെന്നില്ല. അതിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ആ നടയിൽ നിൽക്കാനായിട്ട്. എന്തായാലും അതിനും ആരും തയ്യാറായിരുന്നില്ല. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കണ്ടത്.